വേറൊരു ആഘോഷവും പള്ളി പരിസരത്ത് ഞങ്ങൾ നടത്തിയിട്ടില്ല, നടത്തിയിട്ടുമില്ല. എന്തിനാണ് ഈ പോസ്റ്ററെങ്കിൽ അതാണ് ചോദ്യം. പോസ്റ്റർ മുതലക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ കുർബാനയും കേക്ക് മുറിയിലും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഈ കുർബാന എന്ന് പറയുന്നത് ഒരു നേർച്ചയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ അവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ അത് നടത്തുന്നതാണ്. പക്ഷെ കേക്ക് മുറിക്കൽ എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയില്ല. ഇന്ന് വിശ്വാസികൾ ഇത് ആശയക്കുഴപ്പത്തിലായിരുന്നു. അങ്ങനെ ആ പള്ളിയിൽ ഇത് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യത്തെ തുടർന്ന് ആ വികാരിക്ക് ഇത് വിശദീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഇവിടെ മാധ്യമങ്ങൾ വാർത്തകാരിയായത്. അതാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട വികാരിച്ചൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, പിന്നെ BJP-യിലേക്ക് ക്രിസ്ത്യാനികൾ വരുന്നത് കാണുമ്പോൾ ചിലരൊക്കെ വിരളി കൂടും. അത് അങ്ങനെ വിരളി കൊണ്ട് ഇപ്പം ആ പള്ളിയിലുമുണ്ട് 2 വിഭാഗക്കാരുണ്ട്. ഞങ്ങളാരും പറഞ്ഞില്ല അവിടെ പോലീസിനെ വിളിച്ചത് ആരാ. അവിടെ പോലീസിനെ വിളിച്ച് അവിടെ കോൺഗ്രസ്സുകാരും ഉണ്ട്, CPM-കാരും ഉണ്ട്. അവർക്ക് BJP-യിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചില ഹാലിളകും. അവരുടെ അറിയാത്തവർക്ക് ചില സ്ഥലങ്ങളിൽ ചൊറിയും. അങ്ങനെ ചൊറിഞ്ഞപ്പോൾ അവർ ചെയ്തോളൂ. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി ഇവിടെ നടന്നിട്ടില്ല എന്നും ഇങ്ങനെ പൊതു രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് മുതലക്കോടം പള്ളിയിൽ ഇത്തരമൊരു പരിപാടികൾ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടില്ല എന്നും അതിന് പള്ളി കൂട്ടു നിൽക്കില്ല എന്നും ഇതിനെ അപലപിക്കുന്നു എന്നുമാണ് അവർ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ആഘോഷ പരിപാടികൾ നടന്നിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അല്ല, ഇതിന് ഇത്തരം പിന്നെന്തിനാണ് ആ പോസ്റ്റർ അവരെന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾ നടത്തിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടു. കോതമംഗലം രൂപതയുടെയോ മുതലക്കോടം ഇടവകയുടെയോ ഈ ആഘോഷ പരിപാടികളുമായി യാതൊരു ബന്ധവും ഇപ്രകാരം ഒരു ആഘോഷ പരിപാടിക്ക് ഇവിടെ നടന്നിട്ടുമില്ല. ദേവാലയത്തിന്റെ ചിത്രം ഉപയോഗിച്ച് ഈ പോസ്റ്റർ നിർമ്മിച്ചതിനെ അപലപിക്കുന്നു. ഇങ്ങനെയാണ് വളരെ കൃത്യമായി പള്ളി പറഞ്ഞിട്ടുള്ളത്. ശരി, പറയുന്നു. ഞാൻ പറയാം. അപ്പൊ അച്ഛൻ സമ്മതിച്ചു. ഞങ്ങൾ കുർബാനയ്ക്ക് പണം കൊടുക്കുകയും വിശുദ്ധ കുർബാന നരേന്ദ്രമോദിജിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു ആഘോഷവും പള്ളി പരിസരത്ത് ഞങ്ങൾ നടത്തിയിട്ടില്ല, നടത്തിയിട്ടുമില്ല. എന്തിനാണ് ഈ പോസ്റ്ററെങ്കിൽ അതാണ് ചോദ്യം. പോസ്റ്റർ പള്ളിയിൽ വെച്ച് കുർബാനയും അതോടൊപ്പം തന്നെ കേക്ക് മുറിക്കലും പള്ളിയിൽ വെച്ച് കുർബാന ആ സ്ഥലം ഈ പറയുന്ന രാവിലെ പള്ളിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചരണം നടത്തിയത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആ പോസ്റ്റർ. അയ്യോ, പള്ളിയുടെ ചിത്രം വെച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം BJP വോട്ട് ചെയ്യുമോ? രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചെയ്യുമോ? അതാണ് പള്ളി വികാരി പറഞ്ഞിരിക്കുന്നത്. പള്ളിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ ചെയ്തതിനെ അപലപിക്കുന്നു. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം. രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നോ ലക്ഷ്യം? രാഷ്ട്രീയ മുതലെടുപ്പല്ല ലക്ഷ്യം. നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുക. അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് എന്താ? അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് കാണുന്നത് നമ്മൾ ഒരു മയിൽ ഇങ്ങനെ നൃത്തമാടുമ്പോൾ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമാണ്, അത് പുറകിൽ നോക്കിയാൽ വളരെ വൃത്തികേടാ. അങ്ങനെ നോക്കുന്ന കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും അവരുടെ അത്രേ ഉള്ളൂ രാഷ്ട്രീയം. അങ്ങനെ നോക്കുന്നവർക്ക് ഇത് ആദ്യമായിട്ടല്ല നേതാക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. അല്ല, രാഷ്ട്രീയക്കാർ ജന്മദിനം ഉപയോഗപ്പെടുത്തുമായിരുന്നില്ലേ അതിനു വേണ്ടിയിട്ട്? ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ വരാൻ വേണ്ടി. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നേതാക്കളല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം. അത് ആഘോഷിക്കുന്നതിന് അത് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഞങ്ങൾക്ക് അവകാശമില്ലേ? അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. നമ്മുടെ ചോദ്യവും നമ്മുടെ അഭിപ്രായങ്ങളും അല്ലിത്. ഇത് പള്ളിയുടെ അഭിപ്രായമാണ്. നിങ്ങളുടെ ചോദ്യം പള്ളിയുടെ പള്ളിയുടെ പ്രതികരണമാണ്. പള്ളിയിൽ ഞങ്ങൾ പണം കൊടുത്തു. മോദിയുടെ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ ക്രൈസ്തവരെ, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നരേന്ദ്രമോദിജിയുടെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ കുർബാന പണം കൊടുത്തു. ഇത് പള്ളിയിൽ മാത്രമല്ല, അമ്പലത്തിലും ചെയ്യുന്നുണ്ട്, മോസ്കുകളിൽ ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്, മസ്ജിദുകളിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളിന്ന് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ജമാൽ സിദ്ദീഖ് ജി, അദ്ദേഹം കോഴിക്കോടുണ്ട്. ഇതുപോലൊരു പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. താങ്കൾ ആദ്യം മുതൽ ഞങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ ചോദിക്കുന്നത് താങ്കൾ തരുന്ന മറുപടി ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ചോദിക്കുകയാണ്. ഈ പോസ്റ്ററിൽ പള്ളിയുടെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട്, 2 പള്ളിയിൽ വെച്ച് കേക്ക് മുറിക്കണം പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾക്ക് അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദരണീയനായ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ 75ാം ജന്മദിനം ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളും ആഘോഷിക്കുന്നതാണ്. അത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, നമ്മുടെ എല്ലാവരുടെയും കൂടെ. അപ്പോൾ എന്തിനാണ് ഈ പോസ്റ്റർ ഇട്ടതെന്നുള്ളതാണ് ചോദ്യത്തിനാണ് മറുപടി തരുന്നത്. ഇത് നമ്മുടെ മൈനോറിറ്റി മോർച്ചയിലുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റി മോർച്ചയിലുള്ള ആളുകൾക്ക് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ മുതലക്കോടം പള്ളിയിൽ വെച്ചാണ് ഈ സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇതിൻ്റെ അകത്ത് യാതൊരു ദുരുദ്ദേശവും ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് മുതലക്കോടം പള്ളിയുടെ പോസ്റ്റർ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു രാഷ്ട്രീയപരമായ നീക്കമല്ലേ? അതെങ്ങനെ വരുന്നത്? ഞാനൊരു BJP ക്രിസ്ത്യാനി ആയിക്കോട്ടെ, രണ്ടാമത്തെ വിഷയം.
BJPയുടെ പ്രവർത്തകനാണല്ലോ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രസ്ഥാനത്തിന്റെ ഇതിൽ ഇരിക്കുന്ന ആളാണല്ലോ, ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ. സ്വാഭാവികമായും പള്ളിയുടെ പോസ്റ്റർ വെച്ച് അത്തരത്തിലൊരു പരിപാടി നടക്കുന്നു, അവിടെ ആഘോഷം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കുന്ന പള്ളി നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പൊ പിന്നെ അത് നിങ്ങൾ പറയുന്നത് എന്ത് യോജിപ്പാണ്, നമുക്ക് എന്ത് യോജിപ്പാണ് നമുക്ക്? അത് ഞാൻ മറ്റൊരു കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഞാൻ